ആർക്കാണ് ഇത്ര തിടുക്കം എന്നുള്ള ചോദ്യം ശ്വേതാ മേനോന്റെ കാര്യത്തിൽ യാഥാർത്ഥ്യമാവുകയാണോ? കേസിൽ മജിസ്ട്രേറ്റ് അനാവശ്യമായ തിടുക്കം കാണിച്ചു എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. ഓർക്കുക, അശ്ലീല സിനിമകളിൽ അഭിനയിച്ചുവെന്നും അഭിനയിച്ചു എന്ന് മാത്രമല്ല അതിലെ രംഗങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും സൂചിപ്പിച്ചുകൊണ്ട് നടിയും അമ്മ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരിക്കുകയും ചെയ്യുന്ന കലാകാരിയുമായിട്ടുള്ള ശ്വേതാ മേനോനെതിരായിട്ടുള്ള കേസിൽ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഹൈക്കോടതി സുപ്രധാനമായിട്ടുള്ള ചില വിമർശനങ്ങൾ അതിൽ മുന്നോട്ട് വച്ചിരിക്കുന്നു. കീഴ്ക്കോടതി നടപടിക്രമങ്ങൾ പാലിച്ചില്ല. അതാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട വിമർശനം. അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നുള്ള എറണാകുളം സ്വദേശിയുടെ പരാതിയിൽ എടുത്ത കേസിലാണ് ഹൈക്കോടതിയുടെ ഈ വിമർശനം വന്നിരിക്കുന്നത്. കേസിൽ മജിസ്ട്രേറ്റ് അനാവശ്യമായ തിടുക്കം കാണിച്ചുവെന്ന് കോടതി നിരീക്ഷിച്ചു. എന്തിനായിരുന്നു ഈ അനാവശ്യ തിടുക്കം? ഒരു നടിക്കെതിരെ ഈ രീതിയിലുള്ള ഒരു പരാതി വരുമ്പോൾ അത് അടിയന്തര സാഹചര്യത്തിൽ പരിഗണിക്കപ്പെടേണ്ട ഒന്ന് എന്നുള്ളതിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നുള്ള നിലയ്ക്കാണ് അനാവശ്യ തിടുക്കം കാണിച്ചു എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. പരാതി നൽകിയ മാർട്ടിന് നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നു. പ്രസാദ് കാളിദാസ് വിവരങ്ങൾ നൽകുന്നു. ഹൈക്കോടതി ഈ ഒരു പരാതിയെ സമീപിച്ചതും എടുത്ത നിലപാടുകളും എന്തൊക്കെയാണ് പ്രസാദ് കാളിദാസ്? MS ശ്വേതാ മേനോനെതിരായ കേസിൽ, അതായത് കോടതി നിർദ്ദേശപ്രകാരം പോലീസ് എടുത്ത ആ കേസ്, അതിനെതിരെ ശ്വേതാ മേനോൻ സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ ഒരു ആശ്വാസകരമെന്നോണം ശ്വേതാ മേനോൻ ആശ്വാസകരമെന്നോണം ഒരു നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്ന് രാവിലെയോടെയാണ്. ഈ ഒരു നടപടിയിൽ ഇനി അങ്ങോട്ടുള്ള ഈ കേസിലെ ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ കാരണം എന്ന് പറയുന്നത് കേസ് എടുക്കുന്നതിൽ CJM കോടതി നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്ന ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നും കൂടി ജസ്റ്റിസ് VG അരുണാണ് ഈ കേസ് പരിഗണിച്ചത്. ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. കേസെടുക്കാൻ അവലംബിച്ച നടപടികൾ സംബന്ധിച്ച് കൃത്യമായി തന്നെ CJM കോടതിയോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജുഡീഷ്യൽ മര്യാദ കണക്കിലെടുത്ത് CJMനെതിരെ കൂടുതൽ പരാമർശങ്ങൾക്ക് മുതിരുന്നില്ലെന്നും കൂടിയാണ് ഹൈക്കോടതിയുടെ ഒരു മുന്നറിയിപ്പ് എന്നുള്ളതും കൂടിയുണ്ട്. ശ്വേതാ മേനോന് വേണ്ടി അഡ്വക്കേറ്റ് ഉണ്ണി കാപ്പനാണ് ഹാജരായത്. എന്തായാലും ശ്വേതാ മേനോനെതിരെ എടുത്ത ഈ ഒരു കേസിൽ ഹൈക്കോടതിയുടെ തീരുമാനം എന്ന് പറയുന്നത് ഏറെ ആശ്വാസകരം തന്നെയാണ് ശ്വേതാ മേനോന്. കാരണം അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഒരു വേളയിലാണ് ഇത്തരത്തിലൊരു കേസ് ശ്വേതാ മേനോനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായൊരു കാര്യം എന്ന് പറയുന്നത്. എറണാകുളം സ്വദേശിയായ സാമൂഹ്യ പ്രവർത്തകൻ മാർട്ടിൻ മേനാശ്ശേരി നൽകിയ പരാതിയാണ്. അതാദ്യം പരാതിക്കാരൻ ആദ്യം പോലീസിനെ സമീപിച്ചു. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഏത് വകുപ്പിൽ കേസെടുക്കുമെന്നുള്ള ചില ആശയക്കുഴപ്പങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പിന്നീട് CJM കോടതിയെ സമീപിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സ്വാഭാവിക നടപടി എന്നോണം ഈ ഒരു സംഭവത്തിൽ കേസെടുത്തത്. ഇന്ന് രാവിലെയും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കുട്ട വിമലാദിത്യ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, അതായത് ഈ കേസിൽ പരാതിക്കാരൻ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ കൃത്യമായി പരിശോധിക്കുമെന്നും ഒക്കെ തന്നെയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിരുന്നത്. കാരണം ഇതൊരു സ്വാഭാവിക നടപടി എന്നോണം കോടതിയുടെ നിർദ്ദേശപ്രകാരം എടുത്ത കേസാണ്. അപ്പോൾ ഇതിന് കൃത്യമായി ഇതിന്റെ ആരോപണങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. വസ്തുതാ പരിശോധന ആവശ്യമുണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായി പരിശോധന ഉണ്ടാകുമെന്നുള്ളത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം പറഞ്ഞതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നീക്കമുണ്ടായതും ഈ ഒരു കേസ് പരിഗണിച്ചതും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതും. എന്തായാലും CJM കോടതി നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുള്ളൊരു വലിയൊരു വിമർശനം CJM കോടതിക്കെതിരെ ഹൈക്കോടതി ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ശ്വേതാ മേനോൻ ഉയർത്തിയ വാദങ്ങൾ എന്നത് ഏറെ പ്രസക്തമാണ്. കാരണം ശ്വേതാ മേനോനെതിരായി ഉയർന്ന പരാതി എന്ന് പറയുന്നത് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു പണം സമ്പാദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശ്വേതാ മേനോൻ ഉയർത്തിയ വാദം, ഇതിനെ സംബന്ധിച്ച് ശ്വേതാ മേനോൻ ഉയർത്തിയ വാദം എന്ന് പറയുന്നത് സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത രാജ്യത്തെ സെൻസർ ബോർഡ്. പ്രസാദ് കാളിദാസ് തുടരുക. അതിനു മുൻപ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഒന്ന് സൂചിപ്പിച്ചിട്ട് പ്രസാദ് കാളിദാസിലേക്ക് തിരികെ വരാം. തന്നെയാണ് ശ്വേതാ മേനോൻ ഉയർത്തിയ വാദങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്വേതാ മേനോൻ ഈ ഒരു പരാതിയിൽ, അതായത് ശ്വേതാ മേനോനെതിരെ ഉയർന്ന പരാതി എന്ന് പറയുന്നത് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നുള്ളതാണ്. ശ്വേതാ മേനോൻ ഉയർത്തിയ വാദം എന്ന് പറയുന്നത് രാജ്യത്തെ സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത ചിത്രങ്ങളിൽ മാത്രമാണ് താൻ അഭിനയിച്ചത്. ഈ പരാതികളും കേസും ഒക്കെ ഒരു ഗൂഢാലോചനയുടെ നീക്കമാണ് എന്നുള്ളതാണ്. തനിക്കെതിരെ നടന്നിരിക്കുന്ന ഒരു ഗൂഢാലോചന തന്നെയാണ്. അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തൊരു വേളയിൽ ഇത്തരത്തിലൊരു ഗൂഢാലോചനാ നീക്കം
നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പരാതിയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്നുള്ളതും കൂടിയാണ് ശ്വേതാ മേനോൻ ഉയർത്തിയ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. ഈ ഒരു വാദങ്ങളെല്ലാം തന്നെ പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, ഇത്തരത്തിലൊരു നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. ഈ ഒരു തുടർ നടപടികൾ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ശ്വേതാ മേനോൻ ഉയർത്തിയ, അല്ലെങ്കിൽ ശ്വേതാ മേനോൻ ചൂണ്ടിക്കാട്ടിയ, അല്ലെങ്കിൽ ശ്വേതാ മേനോൻ ഉയർത്തിയ ആവശ്യം എന്ന് പറയുന്നതും അതുതന്നെയായിരുന്നു. കാരണം തന്റെ ഭാഗം കേട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു പരാതിയും തുടർ നടപടികളും ഒക്കെ കോടതി നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്നെ ആയിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ശ്വേതാ മേനോൻ ഉയർത്തിയ വാദം. അതുതന്നെയാണ് ഹൈക്കോടതിയും ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ശ്വേതാ മേനോന് ഈ ഒരു കേസിൽ ആശ്വാസകരമായ ഒരു, ശ്വേതാ മേനോനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം തന്നെ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്.